കോഴിക്കോട് നാദാപുരം നരിക്കാട്ടേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. ലീഗിന് വളരെ ശക്തിയുടെ വിഭാഗങ്ങളിൽ സാധാരണക്കാരന് നടന്നു പോകാൻ പോലും പ്രയാസം അനുഭവിക്കുന്ന ഒരു രീതി അടുത്ത കാലത്ത് വളർന്നു വന്നു. കൊള്ളയടിച്ച് സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി മുതലാക്കുന്ന ഒരു സംവിധാനമുള്ള സ്ഥിതിക്ക് ആ സംവിധാനത്തിൽ പ്രതികളായ സഖാക്കളുണ്ടെങ്കിൽ ആ സഖാക്കളെ ഒറ്റപ്പെടുത്തേണ്ട ബാധ്യത CPM-നില്ലേ? അവരെ തള്ളിപ്പറയണ്ടേ? നാദാപുരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് എടുക്കുന്ന കേസുകളുടെ ഒരു രീതി തന്നെ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് അന്വേഷണത്തിനെയും നേർവഴിക്ക് കൊണ്ടുപോയിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരും രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ കൊടുക്കുന്ന പേരെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ CPM കാരനാണെന്ന് കാലിലൊക്കെ പറഞ്ഞപ്പോൾ നീ മുസ്ലിമല്ലേ എന്നുള്ള വർഗീയതമായിട്ടല്ലേ കാണിക്കുന്നത്. എൻ്റെ പേര് വിനോദ് എന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കുമ്പോഴേക്കും അവരെ കയ്യിൽ കരുതി വെച്ച വടി കഷ്ണം പട്ടി കഷ്ണം കൊണ്ട് തലക്ക് മുൻഭാഗത്ത് പുറകിലൊക്കെ അടിച്ചു. ഈ മാറ്റത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി പലരും വാസ്തവത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മറ്റും മതം മാറ്റം ചെയ്യപ്പെടുകയും സ്വയം മതം മാറുകയും എല്ലാം ചെയ്ത രാഷ്ട്രീയ പശ്ചാത്തലവും പരിതസ്ഥിതികൾ നമുക്ക് കടത്തനായിട്ട് കാണാവുന്നതാണ്. ഈ നയന്മാർ ഇത്രയും ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുസ്ലിം പ്രമാണിമാർ ഏറ്റവും ഉള്ള പ്രദേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പ്രമാണി വർഗത്തിൻ്റെ ഏറ്റവും വലിയ കൂത്താട്ടം നടന്ന പ്രദേശമാണ്. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിൽ ചെറിയ വീഴ്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടക്കാലത്തുണ്ടായിരുന്നു. നാം കൊന്നൊഴിച്ചവർ തിരിച്ച് ജീവനോടെ വന്ന് നമ്മളിലിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും, ഇല്ലാതാക്കുവാൻ വേണ്ടി നാം ചെയ്തതൊക്കെയും ചോര കൊണ്ട് കളിച്ചതൊക്കെയും എന്തിനായിരുന്നു? കാരണം ഇന്ന് ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഇതുപോലെ എപ്പോഴെങ്കിലും സ്നേഹിച്ച് കളിച്ച് ചിരിച്ച് വളർന്നു വന്നിട്ടുണ്ടോ? നിങ്ങൾ സ്കൂൾ വിടുമ്പോൾ കണ്ടിട്ടില്ലേ? സ്കൂളിൽ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഒരുമിച്ച് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്കൂളുകളിൽ എത്ര സ്കൂളുകളിൽ ഇവർ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്? എത്ര സ്ഥലങ്ങളിൽ ഇവർ ഒരുമിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? യഥാർത്ഥ അക്രമികളെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിമിനലുകളെ കണ്ടെത്താൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രമം നടന്നിട്ടുണ്ട്. കുടുംബങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യസ്നേഹപരമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമായി ഇത്തരം ശക്തികളെ ഞങ്ങൾ മാറ്റി നിർത്തുമെന്ന തീരുമാനത്തിലേക്ക് വരണം. തീർച്ചയായും അതിൻ്റെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് യാതൊരു അറപ്പുമില്ലാതെ പറയാൻ പ്രസ്ഥാനങ്ങളും തയ്യാറാകണം. നിരപരാധികൾ കേസിൽ ഒരുപാട് കുടുങ്ങിയിട്ടുണ്ട് നാദാപുരത്തെ സംബന്ധിച്ചോളം. ഇന്ന് നടക്കുന്നത് എന്താണ്? കൊലയല്ലേ? ഒളിഞ്ഞു നിന്ന് അക്രമമല്ലേ? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മതം ആയിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് ഇതിനെ നേരിടുക, അതാ ചെയ്യേണ്ടത്.